നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും സങ്കീർണമായിട്ടുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങളെയും വിഭാഗങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വളരെ നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം, പണച്ചെലവ് എന്നിവ ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. ഇവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു അനിശ്ചിതാവസ്ഥ തരണം ചെയ്യണമെങ്കിൽ 2017 ആണ്ട് സെപ്റ്റംബർ മുതൽ സ്വല്പം ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണത കൈവന്ന് അതൊരു ലക്ഷ്യപ്രാപ്തി അഥവാ അനിശ്ചിതാവസ്ഥകൾ തരണം ചെയ്യുക എന്നുള്ളൊരാശയം അനുകൂലമായി തീരണമെങ്കിൽ 2018 സെപ്റ്റംബർ കഴിയേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഏതു വിധത്തിലും 2017 ആണ്ടിൽ ചോതി നക്ഷത്രക്കാർക്ക് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. തടസ്സങ്ങൾ അനുഭവപ്പെടും. മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടും. വളരെ സുപരിചിതമായിട്ടുള്ള പല മേഖലകളാണെങ്കിലും, അതായത് കഴിവും അറിവും പ്രാപ്തിയും അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യവും വേണ്ട വിധത്തിൽ അവലംബിക്കുവാനോ അവതരിപ്പിക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ചിലപ്പോൾ ചില സാഹചര്യങ്ങളെ കൊണ്ട് സ്വയം ചെയ്യുന്നതും സ്വന്തം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം നിലയിൽ നേട്ടമില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി തീരുവാനും യോഗമുണ്ട്. തന്മൂലം മാനസികമായിട്ടുള്ള പല വിധത്തിലുള്ള വിഘാതങ്ങളെയും തടസ്സങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പണം കടം കൊടുക്കുന്നതോ ആവുന്നതും ഒഴിവാക്കണം. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണം. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനുള്ള യോഗമുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. കുടുംബാംഗത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ സൂക്ഷിക്കണം. അതായത് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കും. യാത്രാക്ലേശം വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. എന്നാൽ മറ്റു ചിലർക്ക് മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അർദ്ധമനസ്സോടുകൂടി സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഇങ്ങനെ ദേഹപരമായും മാനസികമായും തൊഴിൽപരമായിട്ടും ചോതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ഒരു 2017 ആണ്ടിൽ വളരെയധികം വിഘാതമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. എന്നാൽ ഈശ്വരപ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഒരു പരിധിവരെ ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും. പണം കടം കൊടുക്കുന്നതോ ഒഴിവാക്കണം. ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നതോ ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖല പ്രവേശിക്കുന്നതോ ഗുണകരമല്ല. മേൽപ്പറഞ്ഞ സമീപനം സ്വീകരിച്ച് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് സെപ്റ്റംബർ മാസം മുതൽ സ്വല്പം ഒരു അനുഭവഫലം കണ്ടു തുടങ്ങും. ഈ ഒരു അവസ്ഥാവിശേഷം പിന്തുടർന്നാൽ 2018 സെപ്റ്റംബർ മാസം മുതൽ ഈ ഒരു വളരെയധികം നേട്ടമുണ്ടാകുവാനും പ്രവൃത്തി പരിചയത്തോടുകൂടി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഏതൊരു കാര്യവും വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ചോതി നക്ഷത്രക്കാർക്ക് 2017 ആണ്ടിൽ ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട്. നമസ്കാരം.